നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഡിസംബർ മാസം 13 ശനിയാഴ്ച ദിവസത്തെ കാരുണ്യ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടി ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണുക. 2025 ഡിസംബർ മാസം 13 ശനിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 3 മണി 30 വരെയുള്ള സമയത്താണ് കാരുണ്യ ലോട്ടറിയുടെ നെറുക്കെടുപ്പ് നടക്കുക. അപ്പോൾ ഈ സമയം ഭാഗ്യദേവത ഭാഗ്യം ധനമായിട്ട് ഒരുപാട് പേരുടെ കൈകളിലേക്ക് കൊടുക്കുന്ന ഒരു മഹനീയ സമയമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മഹനീയ സമയത്ത് നിങ്ങളുടെ പേര് ഭാഗ്യദേവത വിളിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ യോഗ്യത നേടണമെന്നുണ്ടെങ്കിൽ 50 രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുക്കണം. 50 രൂപ കൊടുത്ത് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ പോക്കറ്റിലോ, ഷർട്ടിന്റെ പോക്കറ്റിലോ, പാന്റിന്റെ പോക്കറ്റിലോ, പേഴ്സിലോ ഒക്കെ ഭദ്രമായിട്ട് സൂക്ഷിക്കുക. മനസ്സിൽ ഭാഗ്യദേവതയോട് പ്രാർത്ഥിക്കുക. ഭാഗ്യദേവതയെ, ഇന്നെന്റെ ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ കാരുണ്യം ഉണ്ടാകണമേ, കടാക്ഷം ഉണ്ടാകണമേ, കൃപയുണ്ടാകണമേ, അനുഗ്രഹിക്കണമേ, ഭാഗ്യം ധനമായിട്ട് എനിക്ക് നൽകണമേ എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അറിവ് പോലെ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ശനിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 3 മണി 30 വരെയുള്ള സമയത്ത് ഭാഗ്യദേവത നിങ്ങളെ തെരഞ്ഞെടുക്കുവാൻ സാധ്യതയുണ്ട്. കേരള ഗവൺമെന്റ് ഭാഗ്യദേവതയുടെ കൈകളിലേക്ക് ഒരു 10,000 പേരുടെ ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ അതിൽ ഒരാളായിട്ട് നിങ്ങളെ ഭാഗ്യദേവത തിരഞ്ഞെടുത്തേക്കാം. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന്റെ അവസ്ഥ, ഇതൊക്കെ ഭാഗ്യദേവതയ്ക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ ഭാഗ്യദേവത നിങ്ങളെ തെരഞ്ഞെടുത്ത് നല്ലൊരു തുക നിങ്ങളുടെ കൈകളിലേക്ക് ധനമായിട്ട് തരും. അത് മതി രക്ഷപ്പെടാൻ. അതുകൊണ്ട് രക്ഷപ്പെട്ടോണം. കള്ളം കുടിച്ച് അനാവശ്യമായിട്ട് നശിപ്പിച്ച് കളയാതെ രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറന്നു വരുമ്പോൾ അതിൽ കൂടി രക്ഷപ്പെടണം. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ജ്യോതിഷപരമായിട്ട് ഏതൊക്കെ ആൾക്കാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഏതായാലും മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക, ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാര്യയും ഭർത്താവും ചേർന്ന് ആ ലോട്ടറി ടിക്കറ്റിന്റെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക. ഓ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ കുറെ പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ ഭാഗ്യദേവത അല്ലെങ്കിൽ ലക്ഷ്മി ദേവി തിരഞ്ഞെടുക്കും. നിങ്ങളുടെ കൈകളിലേക്ക് 100 രൂപ മുതൽ 1 കോടി രൂപ വരെ തരാൻ സാധ്യതയുണ്ട്. ഇത്ര രൂപ എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ 100 രൂപ മുതൽ 1 കോടി രൂപ വരെ ഭാഗ്യദേവത നിങ്ങളുടെ കൈകളിലേക്ക് തരാൻ സാധ്യതയുണ്ട്. വന്നു ചേരും. നിങ്ങളുടെ വിശ്വാസം പോലിരിക്കും, നിങ്ങളുടെ പ്രാർത്ഥന പോലിരിക്കും. നിങ്ങൾ ഒരു മനസ്സോടുകൂടി, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു മനസ്സോടുകൂടി ജീവിക്കുന്നവരായിരിക്കണം. കയറി ഇറങ്ങിയും പോകരുത്. ഉയർച്ച താഴ്ചകളിൽ കൂടി രണ്ടുപേരും ഒരേ ഒപ്പം നിൽക്കണം. കട്ടയ്ക്ക് എന്നുകൊണ്ട് രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചാൽ ആ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതമല്ല, നിങ്ങളുടെ കുടുംബജീവിതവും നിങ്ങളുടെ മക്കളുടെ ജീവിതവും എല്ലാം രക്ഷപ്പെടും. അപ്പോൾ 50 രൂപ മുടക്കി ടിക്കറ്റ് എടുക്കുക, രണ്ടുപേരും കൂടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും രക്ഷപ്പെടാനൊക്കെ ഉള്ള ഓരോ വഴികളുണ്ട്. സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ച് സാധാരണക്കാരൊക്കെ കടബാധികളിൽ കയറിപ്പെട്ടുവും 10-500 രൂപ വരുമാനമേ ഉള്ളൂ. പക്ഷെങ്കിൽ 50,000, 1 ലക്ഷം, 5 ലക്ഷം ഒക്കെ കടബാധിയെ കയറി എവിടുന്ന് എടുത്തു കൊടുക്കാനാ? വരുമാനമില്ല. ദിവസം വരുമാനം ഉണ്ടെങ്കിൽ ഒരു 1000 രൂപ, 1500 രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഈ 500 രൂപയും കൊണ്ട് ജീവിക്കണം, എല്ലാ കാര്യങ്ങളും ഓടണം. അതിനിടയ്ക്ക് അറിയാതെ രോഗം, ദുഃഖം, മരണം, കല്യാണം എല്ലാം വന്ന് കടം കയറി നിൽക്കുക. അപ്പോൾ ഇവിടെ രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു മാർഗം ഈ ലോട്ടറി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ണുനീരോടുകൂടി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക. 1 പ്രാവശ്യം പ്രാർത്ഥിച്ച് കിട്ടിയില്ല, 10 പ്രാവശ്യം പ്രാർത്ഥിച്ച് കിട്ടിയില്ല, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കണ്ണുനീര് കണ്ട് ഭാഗ്യദേവത മനസ്സലിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു തുക തരും. തിരിച്ചു കൊടുക്കേണ്ടാത്ത, പലിശയില്ലാത്ത, ബാധ്യതയില്ലാത്ത കുറെ പണം നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ ലോട്ടറി. അപ്പൊ അതുള്ള ഇതിനകത്തൊരു രക്ഷ. അല്ലാതെ ഈ 500 രൂപ വരുമാനക്കാരൻ എങ്ങനെ കടം വീടും? പിന്നെയും പലിശയ്ക്ക് പലിശ മേടിച്ച് ഇസാഫ്, യാക്കോബ്, ആന്ത്രയോസ്, പിന്നെ എല്ലാൻഡി, അങ്ങനെ അങ്ങ് പോവുക. മുത്തൂറ്റ്, ഇവിടെ എല്ലാം പോയി മൈക്രോയിൽ കയറി തലവെച്ച് ജീവിതം കട്ടപ്പോക. ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഒരുപക്ഷെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കുക. വേറെ മാർഗങ്ങളൊന്നുമില്ല. സർക്കാരൊന്നും 1 രൂപ പോലും സൗജന്യമായിട്ട് ആർക്കും ക്യാഷായിട്ട് കൊടുക്കത്തില്ല.
അപ്പോൾ ഇതേ ഉള്ളൂ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഏക ഒരു മാർഗം. അപ്പോൾ ഏതായാലും മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി കലുത്തുട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ 2 പാദം നാളുകാർക്കുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം തിരുവാതിര പുണർന്ന മുക്കാൽ നാളുകാർക്കുണ്ട്. ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാട് ഉത്രാടം കാൽ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾ, ലോട്ടറി തൊഴിലാളികൾക്കൊക്കെ ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ഡയറക്റ്റ് ആയിട്ട് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ഞാനിവിടെ പറയാത്ത നാളുകാരെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ദശാകാലം നല്ലതാണെങ്കിൽ, നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് നിങ്ങളുടെ സമയം ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ, നിങ്ങളും 50 രൂപ അടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്ക്. ഭാഗ്യദേവത നിങ്ങളെയും തിരഞ്ഞെടുക്കും. നിങ്ങളെ തള്ളിക്കളയത്തൊന്നുമില്ല. നിങ്ങളിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കും. അപ്പോൾ അങ്ങനെയും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ലോട്ടറി ടിക്കറ്റ് എടുക്കുക, ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഇതെല്ലാം ഭാഗ്യപരീക്ഷണമാണ്. ജീവിതമേ ഭാഗ്യപരീക്ഷണമാണ്. അപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ധനനേട്ടമുണ്ടോ എന്നുള്ളത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഈ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഓർക്കണം. എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ ഞാനുമായിട്ട് സമീപിക്കുക, എന്നെ വിളിക്കുക. എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 7306038152. നേരിൽ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെ നേരിൽ വന്ന് കണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സന്തോഷമായിട്ട് പോകാം. പരിഹാരമൊക്കെ പറഞ്ഞുതരാം, നിങ്ങളെ രക്ഷപ്പെടുത്താം. ഇനി നിങ്ങൾക്ക് ദൂരദേശത്താണ്, നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ കൂടി നിങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി. ജനനത്തീയതിയും ജനിച്ച സമയവും സ്ഥലവും കൂടെ വാട്സാപ്പ് ചെയ്യണം. നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള വിഷയം വാട്സാപ്പ് ചെയ്യണം. 500 രൂപ ഫീസ് ഉണ്ട്. അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക. 1 മണിക്കൂറിനുള്ളിൽ മറുപടി തരും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് സഹകരിക്കാം. ഓക്കെ. ഇനി സംഖ്യാശാസ്ത്ര പ്രകാരം എങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ 4 അക്ക നമ്പറുകളും 6 അക്ക നമ്പറുകളും കൂട്ടി നോക്കണം. കൂട്ടി നോക്കുമ്പോൾ 8 വന്നാൽ അന്നേരം എടുത്തോണം, 1 വന്നാലും അന്നേരം എടുത്തോണം, 2 വന്നാലും അന്നേരം എടുക്കണം. അപ്പോൾ ഇങ്ങനെ 8, 1, 2 എന്നീ നമ്പറുകളുള്ള ടിക്കറ്റ് നിങ്ങളുടെ കൈ കിട്ടിയാൽ അങ്ങനെ സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്കും ഭാഗ്യദേവത ഭാഗ്യം കൊടുക്കാറുണ്ട്. അവരിൽ നിന്നും ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഭാഗ്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. ഏതായാലും എല്ലാവർക്കും, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരിലും ഭാഗ്യദേവത അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.